ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്ക് ഓടിക്കാൻ ആഗ്രഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് നടക്കാതെ വന്നപ്പോൾ പുതിയ അടവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സുഡാനിലേക്കും സൊമാലിയയിലേക്കും അതിന്റെ വേർപിരിഞ്ഞ പ്രദേശമായ സൊമാലിയലാൻഡിലേക്കും പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനെക്കുറിച്ച് അമേരിക്കയും ഇസ്രയേലും 3 കിഴക്കൻ ആഫ്രിക്കൻ സർക്കാരുകളുമായി ചർച്ച ചെയ്തതായാണ് വിവരങ്ങൾ. അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ സുഡാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നിരസിച്ചതായാണ് വിവരം. 2020 ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ സമ്മതിച്ച 4 എബ്രഹാം കരാർ രാജ്യങ്ങളിൽ ഒന്നാണ് വടക്കേ ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ. കരാറിന്റെ ഭാഗമായി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് അമേരിക്ക സുഡാനെ നീക്കം ചെയ്തിരുന്നു. ഇത് രാജ്യത്തിന് അന്താരാഷ്ട്ര വായ്പകളും ആഗോള നിയമ സാധുതയും ലഭ്യമാക്കി. എന്നാൽ സർക്കാർ സേനയും RSF അർദ്ധസൈനിക ഗ്രൂപ്പും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്ക് സുഡാൻ മടങ്ങിയതോടെ ഇസ്രയേലുമായുള്ള ബന്ധം പിന്നെയും വഷളാകുകയായിരുന്നു. അതേസമയം സൊമാലിലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞത് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥർ സൊമാലിയയുമായും സൊമാലിലാൻഡുമായുമുള്ള ബന്ധങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതേസമയം അമേരിക്കൻ ഉദ്യോഗസ്ഥർ സുഡാനുമായുള്ള ബന്ധവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ ശ്രമങ്ങൾ എത്രത്തോളം പുരോഗതി കൈവരിച്ചുവെന്നോ ചർച്ചകൾ ഏത് തലത്തിലാണോ എന്നും എന്നതിനെക്കുറിച്ച് വ്യക്തമില്ല എന്നും അവർ പറഞ്ഞു. പലസ്തീനികളെ ബലമായി കുടിയിറക്കി ഗാസ മുനമ്പ് ഏറ്റെടുക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച് 1 മാസത്തിലേറെയായി രഹസ്യമായും പരസ്യമായും ട്രംപ് അതിനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. പലസ്തീനികളും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ട്രംപിന്റെ വംശീയ ഉന്മൂലന നിർദ്ദേശത്തെ പൂർണ്ണമായും നിരാകരിച്ചതോടെയാണ് ട്രംപ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ട്രംപ് നെതന്യാഹുവിനൊപ്പം ഗാസ പദ്ധതി അവതരിപ്പിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും 3 സാധ്യതയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രത്യേക ബന്ധം ആരംഭിച്ചുവെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പലസ്തീനികളെ കൂട്ടത്തോടെ കൈമാറുക എന്ന ആശയം ഒരു കാലത്ത് ഇസ്രയേലിന്റെ അൾട്രാ നാഷണലിസ്റ്റുകളുടെ ഒരു ഫാന്റസിയായി കണക്കാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ ഇസ്രയേലും നേതൃത്വം വഹിക്കുന്നുണ്ട് എന്നാണ് വിവരം. റിപ്പോർട്ടിനോട് അമേരിക്കയിൽ നിന്നോ ഇസ്രയേലിൽ നിന്നോ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ പലസ്തീനികളുടെ സ്വമേധയുള്ള കുടിയേറ്റത്തിന്റെ ദീർഘകാല വക്താവായ ഇസ്രയേൽ ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ച് അവരെ സ്വീകരിക്കേണ്ട രാജ്യങ്ങളെ തിരിച്ചറിയാൻ ഇസ്രയേൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിനുള്ളിൽ വളരെ വലിയൊരു എമിഗ്രേഷൻ വകുപ്പ് തയ്യാറാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീനികളുടെ നിർബന്ധിത കുടിയിറക്കം ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ഒരു ചുവന്ന വരയാണ് എന്നാണ് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസറായ ടാമർ ഗർമൌട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഭരണകൂടങ്ങൾക്ക് ട്രംപിന്റെ ഈ അതിക്രമകരമായ നിർദ്ദേശം തടയാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ഇസ്രയേലുമായി ഇടപഴകരുത് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് കൊളോണിയൽ പൈതൃകങ്ങളിൽ നിന്ന് ഇപ്പോഴും പോരാടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള പലസ്തീനികളുടെ പലായനത്തിന്റെ കാര്യത്തിൽ. കൊളോണിയൽ പൈതൃകം കാരണം സുഡാനും സൊമാലിയയും ഇപ്പോഴും യുദ്ധങ്ങളാൽ വലയുകയാണ്. ഇസ്രയേൽ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാട്ടുകയും അപമാന പട്ടികയിൽ ഉൾപ്പെടുത്തുകയും വേണമെന്നും ഖർമൌട്ട് കൂട്ടിച്ചേർത്തു. പുനരധിവസിക്കപ്പെട്ട പലസ്തീനികളെ സ്വീകരിക്കുന്നതിന് പകരമായി കിഴക്കൻ ആഫ്രിക്കൻ സർക്കാരുകൾക്ക് സാമ്പത്തിക, നയതന്ത്ര സുരക്ഷ എന്നിവ വിവിധ ആനുകൂല്യങ്ങൾ അമേരിക്കയും ഇസ്രയേലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. പദ്ധതി അംഗീകരിച്ചാൽ പകരമായി അമേരിക്കയ്ക്ക് സഹായകരമാവുന്ന വിവിധ മേഖലകളെക്കുറിച്ച് സൊമാലിലാൻഡുമായി അമേരിക്ക രഹസ്യ നീക്കം നടത്തി വരികയാണെന്നും ചർച്ചയിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ അസോസിയേറ്റ് പ്രസിനോട് പ്രതികരിച്ചു. 3 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള സൊമാലിലാൻഡ് 30 വർഷങ്ങൾക്ക് മുൻപ് സൊമാലിയയിൽ നിന്ന് വേർപിരിഞ്ഞതാണ്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.